കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വി.എസ്. അച്യുതാനന്ദൻ സമൂഹത്തിൽ വരുത്തിയ സ്വാധീനം നിസ്തുലമാണ്. ദീർഘകാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം അദ്ദേഹം പോരാടി. മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ജനമനസ്സുകളിൽ ആഴത്തിൽ വേരുറപ്പിച്ചു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അഴിമതിക്കെതിരായ ഉറച്ച നിലപാടുകളും എന്നും ഓർമ്മിക്കപ്പെടും. ധീരമായ നിലപാടുകളിലൂടെയും വാക്കുകളിലൂടെയും അദ്ദേഹം ജനങ്ങളെ സ്വാധീനിച്ചുവെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. വി.എസ്. അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നതായി മാർ ക്ലീമീസ് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ജനകീയരായ മുഖ്യമന്ത്രിമാരിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മുഖമായിരിക്കും അന്തരിച്ച ശ്രീ വി.എസ്. അച്യുതാനന്ദൻ എന്നായിരുന്നു സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ച വി.എസ്. അച്യുതാനന്ദൻ സർ സി.പി. രാമസ്വാമി അയ്യരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൻ്റെ സംഘട്ടനത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തിച്ചേർന്ന വി.എസ്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനായുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു. ജനകീയ സമരനായകൻ, ജനപ്രതിനിധി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. 8 പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിലകൊണ്ടിട്ടുള്ള നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. പാരിസ്ഥിതിക വിഷയങ്ങളെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമാണ് ശ്രീ വി.എസിൻ്റേത്. സാധാരണ മനുഷ്യർക്ക് എപ്പോഴും ആശ്രയിക്കാമായിരുന്ന ശ്രീ വി.എസിൻ്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമാണെന്നും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും പാർട്ടി പ്രവർത്തകരോടുമുള്ള സിറോ മലബാർ സഭയുടെ അനുശോചനം ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു. വിശ്വസിച്ച പഠനങ്ങളിൽ ബോധ്യത്തോടുകൂടി ജീവിക്കുകയും സുതാര്യതയോടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രസ്ഥാനങ്ങളെ നയിക്കുകയും ചെയ്ത ഒരു നല്ല നേതാവായിരുന്നു വി.എസ്. എന്നായിരുന്നു കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ചത്. എല്ലാവരോടും മനുഷ്യത്വത്തോടു കൂടി ഇടപെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഏവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് അനീതി നേരിടുന്നവർക്ക് സത്യത്തിൻ്റെ മുഖമായി, കാവലായി, ആശ്വാസമായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പ്രസ്താവനകളും ജീവിച്ച വഴികളെല്ലാം ഏവർക്കും മാതൃകാപരവുമാണ്. ചിട്ടയായ ജീവിതശൈലിയും ഉറച്ച ബോധ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു. ഈ നല്ല നേതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതായും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി.